ഓം നമോ നാരായണായ. അഴിഞ്ഞുടഞ്ഞു കുഴഞ്ഞുമറിഞ്ഞു കിടക്കുന്ന തേരും ആയുധങ്ങളുമാണ് വഴിമധ്യത്തിൽ അവർ കണ്ടത്. അതേക്കുറിച്ച് ശ്രീരാമൻ തൻ്റെ അഭ്യൂഹം ശ്രീലക്ഷ്മണനോട് പറയുന്നു. സീതാദേവിയെ രാക്ഷസന്മാർ കൊന്നിരിക്കുമോ ഭക്ഷിച്ചിരിക്കുമോ ആവോ. പിന്നെ കുറച്ചു നടന്നപ്പോൾ ഒരു ഘോരമായ രൂപം കണ്ട് മുമ്പെന്നതുപോലെ ഇപ്പോഴും ജടായുവിനെ ശ്രീരാമൻ തെറ്റിദ്ധരിക്കുന്നു. താൻ ആരാണെന്ന് ഇപ്പോഴും ജടായുവിന് വ്യക്തമാക്കേണ്ടതായി വരുന്നു. ഈ അവസ്ഥ സങ്കടകരമായി നമുക്കനുഭവപ്പെടുന്നു. അങ്ങയെ കാണുന്നതുവരെ മരിക്കാതിരിക്കുക എന്ന വരം ഇന്ദിരാദേവിയായ സീതാദേവിയിൽ നിന്നു ഞാൻ വാങ്ങി എന്നെ കൃപയോടെ കടാക്ഷിക്കണം എന്നു ജടായു അഭ്യർത്ഥിക്കുന്നു. മരണപീഡയാൽ ശക്തിയില്ലാതായ സ്ഥിതിയിലും ജടായുവിൻ്റെ ഭഗവത് ഭക്തി ഉദാരമായി ശോഭിക്കുന്നു. മരണപീഡയനുഭവിക്കുമ്പോഴും ജടായുവിൽ ശ്രീരാമദർശനം ലഭിച്ചതിലുള്ള ആനന്ദമാണ് നിറഞ്ഞു നിൽക്കുന്നത്. ജടായുഗതി. ശ്രീരാമദേവാനവം തിരഞ്ഞു നടക്കുമ്പോൾ തെരഴിഞ്ഞുടഞ്ഞു വീണകുല മടവിയിൽ ശസ്ത്രചാപങ്ങളോടും കൂടവേ കിടക്കുന്നതെത്രയും അടുത്തു കാണായിതു മധ്യമാർഗം. അന്നേരം സൗമിത്രിയോടരുളി ചെയ്തു രാമൻ, ഭിന്നമായൊരു രഥം കാണടോ കുമാരനീ. തന്വങ്ങി തന്നെയൊരു രാക്ഷസൻ കൊണ്ടുപോകുമ്പോൾ അന്യരാക്ഷസൻ അവനോടു പോർ ചെയ്തിടിനാൻ. അന്നേരം അഴിഞ്ഞ തേർ കോപിതാ കിടക്കുന്നു എന്നു വന്നിടാം. അവർ കൊന്നാരോ ഭക്ഷിച്ചാരോ. ശ്രീരാമനേവം പറഞ്ഞിത്തിരി നടക്കുമ്പോൾ ഘോരമായൊരു രൂപം കാണായി ഭയാനകം. ജാനകി തന്നെ തിന്നു തൃപ്തനായൊരു യദുദാനന കിടക്കുന്ന ദത്രനീ കണ്ടിലയോ. കൊല്ലുവാനിവനെ ഞാൻ വൈകാതെ ബാണങ്ങളും വില്ലുമിങ്ങാശു തന്നിടുന്നതു കേട്ട നേരം വിത്രസ്ത ഹൃദയനായി പക്ഷിരാജനും ചൊന്നാൻ, വദ്യനല്ലഹം തവ ഭക്തനായൊരു ദാസൻ. മിത്രമെത്രയും തവ താതനു വിശേഷിച്ചും സ്നിഗ്ധനായിരിപ്പൊരു പക്ഷിയാം ജടായു ഞാൻ. ദുഷ്ടനാം ദശാമുഖൻ നിന്നുടെ പത്നി തന്നെ കട്ടുകൊണ്ടാകാശ പോകുന്നേരം അറിഞ്ഞു ഞാൻ. പെട്ടെന്നു ചെന്നു തടുത്തവനെ യുദ്ധം ചെയ്തു മുട്ടിച്ചു തേരും വില്ലും പൊട്ടിച്ചു കളഞ്ഞപ്പോൾ
വെട്ടിനാൻ ചന്ദ്രാഹാസം കൊണ്ടവൻ ഞാനുമപ്പോൾ പുഷ്ടവേദനയോടും ഭൂമിയിൽ വീണേനല്ലോ. നിന്തിരുവടിയെ കണ്ടൊഴിഞ്ഞു മരിയായികൻ നിന്ദിര ദേവിയോടു വരവും വാങ്ങിക്കൊണ്ടേൻ. തൃക്കൺ പാർക്കണമെന്നെ കൃപയാ കൃപാനിധേ തൃക്കളലിണ നിത്യം ഉൾക്കാമ്പിൽ വസിക്കണം. ഇത്തരം ജടായുതൻ വാക്കുകൾ കേട്ടു നാഥൻ ചിത്തകാരുണ്യം പൂണ്ടു ചെന്നടുത്തിരുന്നു തൻ തൃക്കൈകൾ കൊണ്ടു തലോടിനാൻ അവനുടൽ ദുഃഖാശ്രുപ്ലുത നയനത്തോടും രാമചന്ദ്രൻ ചൊല്ലഹോ മമ വല്ലഭവൃത്താന്തം നീ എല്ലാമെന്നതു കേട്ടു ചൊല്ലിനാൻ ജടായുവും. രക്ഷോനായകനായ രാവണൻ ദേവി തന്നെ ദക്ഷിണാദിശി കൊണ്ടു പോയാനെന്നറിഞ്ഞാലും ചൊല്ലുവാനില്ല ശക്തി മരണപ്പിടയാലെ നല്ലതു വരുവതിനായനുഗ്രഹിക്കണം.